ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് തിരുവാതിര പുഴുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ധനുമാസത്തിലെ തിരുവാതിര സ്പെഷ്യലായിട്ടാണ് ഈ പുഴുക്ക് ഉണ്ടാക്കാറുള്ളത്. ഇപ്പോൾ അല്ലാത്ത ദിവസങ്ങളിലായാലും കഞ്ഞിക്കൊപ്പോ ചോറിനൊപ്പോ നല്ലൊരു കോമ്പിനേഷനായിട്ട് നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, ഒപ്പം തന്നെ നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനായി ഒരു വാള അളവിൽ വൻപയറും മുതിരയും കടലയും എടുത്തിട്ടുണ്ട്. ഇതോരോന്നും ഓവർനൈറ്റ് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് മൂന്നും എടുക്കണമെന്നില്ല, വൻപയർ മാത്രം ഉപയോഗിച്ചോ അതല്ലെങ്കിൽ വൻപയർ മുതിരയും ഉപയോഗിച്ചോ പുഴുക്കുണ്ടാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് മൂന്നും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി കുക്കറിലേക്ക് ആദ്യം കടലയും മുതിരയും ഇട്ട് കൊടുക്കാം. കടലയ്ക്കും മുതിരയ്ക്കൊക്കെ വേവ് കൂടുതലായതുകൊണ്ട് ഒരുമിച്ച് വേവിച്ചെടുക്കുന്നതാണ്. പയറിപ്പോൾ ചേർക്കേണ്ടതില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇത്ര ഇട്ട് കൊടുത്ത ശേഷം 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് വേവിക്കാൻ വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ 5 വിസിൽ വരുന്നത് വരെ വേവിക്കണം കേട്ടോ. ഇത് വേവായി വരുന്ന സമയം കൊണ്ട് നമുക്കിനി പുഴുക്കുണ്ടാക്കാൻ ആവശ്യം വേണ്ട ബാക്കിയുള്ളതെല്ലാം ഒന്ന് കാണാം. അതിനായി 5 കൂട്ടം ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ചേന, ഒരു പകുതി കായ, പകുതി കൊള്ളി, 3 ചേമ്പ്, കുറച്ച് കൂർക്ക. ഇവ കൂടാതെ കാച്ചിലും മധുരക്കിഴങ്ങൊക്കെ പുഴുക്കുണ്ടാക്കാൻ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ പുഴുക്ക് 4 പേർക്ക് കഴിക്കാവുന്ന ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കൂടുതൽ അളവിൽ പുഴുക്കുണ്ടാക്കണമെങ്കിൽ അതനുസരിച്ച് കൂടുതൽ അളവിൽ ഓരോ ഐറ്റംസ് എടുത്തോളൂ. ഇനി ഇതെല്ലാനും കഷ്ണങ്ങളാക്കി ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. പുഴുക്കുണ്ടാക്കുമ്പോൾ സാധാരണയായിട്ട് ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് അരിഞ്ഞെടുക്കാറ്. ഇനി നമുക്ക് വേണ്ടത് നാളികേര അരപ്പാണ്. അതിനായി 5 ടേബിൾ സ്പൂൺ നാളികേരം ചിരവിയത് ഞാൻ എടുത്തിട്ടുണ്ട്, അതായത് ഒരു അരമുറി നാളികേരം. ഇനി ഇതിലേക്ക് 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ അളവിൽ ജീരകവും കൂടി ചേർക്കാം. തിരുവാതിര നാളിൽ വ്രതം എടുക്കുമ്പോൾ ഉണ്ടാക്കുന്നതായതുകൊണ്ട് ചെറുള്ളി പുഴുക്കുണ്ടാക്കുമ്പോൾ വേണ്ട ഈ അരപ്പിൽ ഉപയോഗിക്കാറില്ല. അതല്ലാത്ത ദിവസങ്ങളിൽ പുഴുക്കുണ്ടാക്കുമ്പോൾ ചെറുള്ളി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. ഒരുപാടങ്ങ് ഫൈൻ പേസ്റ്റ് ആക്കേണ്ടതില്ല. നമ്മൾ അവിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കാറുള്ള തേങ്ങയരപ്പിലും കുറച്ചുകൂടെ ഒന്ന് ലൂസ് പരുവത്തിൽ ഒന്ന് അരച്ചെടുത്താൽ മതിയാവും. ദേ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേവിക്കാൻ വെച്ചത് ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ മുതിരയും കടലയും അത്യാവശ്യം വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച വൻപയറും അരിഞ്ഞെടുത്ത കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിക്കാൻ വയ്ക്കാം. ഇത്തവണ ഒരു 2 വിസിലടിച്ച് വേണം വേവിച്ചെടുക്കാൻ. അപ്പോഴേക്കും കഷ്ണങ്ങളും വൻപയറും വേവായി വരും. ഇനി നമുക്ക് തുറന്നു നോക്കാം. കണ്ടില്ലേ, കഷ്ണങ്ങളൊക്കെ ആവശ്യത്തിന് വേവായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞു പോവരുത്. ഇനി ഇത് ഞാൻ ഇതുപോലൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ചൂടായി ഇതുപോലെ ഒന്ന് തിളച്ച് വന്ന് തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഇനി തേങ്ങയരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കണം. ഈ സമയത്ത് തന്നെ ഉപ്പ് നോക്കി പോരായ്കയുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അരപ്പിൻ്റെ പച്ചമണം മാറി പോകുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുത്ത് വേവിച്ചെടുക്കണം. ഇപ്പോൾ അരപ്പ് വേവായിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് കുറുകാൻ കാത്തു നിൽക്കേണ്ടതില്ല കേട്ടോ. കാരണം ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ചധികം കറിവേപ്പില കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അവസാനം ഇതുപോലെ വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ തിരുവാതിര പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ റെസിപ്പിയാണിത്. അപ്പോൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും തിരുവാതിര ആശംസകൾ നേരുന്നു. അടുത്തൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.